ഞാനിപ്പോൾ ഉള്ളത് നാദം മ്യൂസിക്കൽ ആലുവയിലാണ്. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഡ്രം സ്റ്റിക്ക് മേടിക്കാനായിട്ടാണ് വന്നത്. അപ്പോൾ വന്ന സ്ഥിതിക്ക് നമ്മുടെ ചാനലിൽ ഇടാനായിട്ട് ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് കരുതി. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഫ്രണ്ടാണ് ഈ ഷോപ്പിൽ നിൽക്കുന്നത്. ഞാനിപ്പോൾ വരുമ്പോൾ കുറച്ച് നാളായിട്ട് ഇവൻ തന്നെയാണ് ഇപ്പോൾ ഈ ഷോപ്പിൽ നിൽക്കാറുള്ളത്. എന്തായാലും കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ സെയിലിനുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഗിറ്റാറും വയലിനും ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അപ്പോൾ അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇവനോട് ചോദിക്കും. ഇപ്പം നിലവിൽ ഒരുപാടൊന്നും ചിക്കിച്ചേക്കഞ്ഞൊന്നും ഞാൻ നോക്കല്ല. നമ്മുടെ കണ്ണിൽ കാണുന്ന കുറച്ച് ഐറ്റംസ് ഇവിടെയൊക്കെ ഒരുപാട് ഗിറ്റാറുകൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്, പല സൈസിലുള്ളതും പല കളറിലും. ഇപ്പം എങ്ങനെയൊക്കെയാണ് റേറ്റ് വന്നത്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വന്ന കീബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടമാതിരി. പുറകിൽ വയലിനും ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ചോദിക്കാൻ നേരത്തെ. ഇത് യുക്കിലേലി അല്ലേ? റേറ്റ് എങ്ങനെ വരാം? 3100. എല്ലാത്തിനും 3500 ആണോ? അല്ലല്ല, ഈ ഒരു 3100, ഈ ഒരു മോഡല് 3100 സ്റ്റാർട്ടിങ്. പിന്നെ വന്നത് 3700 ഇങ്ങനത്തെ മോഡൽ. 3700 കട്ടുള്ള മോഡൽ. എനിക്ക് മനസ്സിലായില്ല. ഇവിടുത്തെ കട്ടില്ലേ? ഓക്കെ ഡിസൈനിലുള്ള വ്യത്യാസമല്ലേ? ഓക്കെ. പിന്നെ കട്ടില്ല കേട്ടോ. പിന്നെ വന്നതെന്ന് വെച്ചാൽ ഇത് ഈക്വലൈസർ ഉള്ളതാണ്. ഈക്വലൈസർ അതിന് 4. എനിക്ക് മനസ്സിലായില്ല. ഈക്വലൈസർ മീൻസ് ഇവിടെ കണ്ടോ ബാറ്ററി ഇടാൻ പറ്റും. ആ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഇത്. പിന്നെ 4200 ഈ സെയിം ബ്രാൻഡിന്റെ തന്നെ സ്കോർപിയൻസ് എന്ന് പറഞ്ഞ USA ബ്രാൻഡാണ്. ആ ബ്രാൻഡിന്റെ 4200 ഈക്വലൈസർ ഇല്ല. പിന്നെ 4 ഇത് മറ്റേ ആംപ്ലിഫയർ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ലേ? ഇത് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് കണക്ട് ചെയ്യാൻ പറ്റണേന് 4900, കണക്ട് ചെയ്യാൻ പറ്റാത്തതിന് 4200 അല്ലേ? ഓക്കെ. പിന്നെ ഇതിന് 4900 വരും. ഇത് റോസൻ എന്ന് പറഞ്ഞ കൂടിയ ബ്രാൻഡിന്റെ. റോസൻ ആണോ? റോസ്, അത് കൂടിയ ബ്രാൻഡിന്റെ യുഗില്. ഓക്കെ. ഇതിന് 4900. അതിന്റെ വുഡിന്റെ ക്വാളിറ്റിയും കൂടുതൽ, ടോൺ ക്വാളിറ്റി നല്ല. ട്രിനിറ്റിയുടെ ഇതെല്ലാം നോർമൽ ടൈപ്പ് അല്ലേ? ഈ റെഡും ഇതൊക്കെ റെഡ് സെമി ബ്രാൻഡഡ് ആണോ? അത് സെമി ട്രിനിറ്റി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ. സെമി അക്യൂസ്റ്റിക്. റേറ്റ് എങ്ങനെ ഒരേ റേറ്റ് ആണോ അതോ പല റേറ്റ് ആണോ എല്ലാത്തിനും? ട്രിനിറ്റിക്ക് 10 രൂപ അടുത്ത് വരും. ഈ റേഞ്ച് ഉണ്ടല്ലേ? യമഹയ്ക്ക് 9 രൂപ വരും. കേഡൻസിന് 13 രൂപ. ഇതല്ലേ പുറത്തിരിക്കണത് യമഹയാണ് F310 എന്ന് പറയുന്നത്. അതിന് ഈ മോഡല് 10 രൂപ. പിന്നെ വന്നതെന്ന് വെച്ചാൽ ട്രിനിറ്റി, അത് 8 രൂപയുടെ. എന്താണ് തമ്മിലുള്ള വ്യത്യാസം? ഈ മേക്ക് ചെയ്തേക്കണതും സൈസിന്റെ വ്യത്യാസമാണോ? സൈസും പിന്നെ ക്വാളിറ്റി, അതിന്റെ യൂസ് ചെയ്തേക്കണ വുഡിന്റെ ക്വാളിറ്റി അല്ലേ? പിന്നെ സ്ട്രിങ്സിന്റെ ക്വാളിറ്റി, കീസിന്റെ ക്വാളിറ്റി ഒക്കെ. പിന്നെ ഫ്രെഡ് ബോർഡ് കുറച്ചും കൂടി ഈസി ആയിരിക്കും കൂടിയ ക്വാളിറ്റിയുടെ. ഈസി ആയിരിക്കും പ്ലേ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. പെട്ടെന്ന് സൗണ്ട് വരും, ബസ്സിംഗ് ഒന്നും വരില്ല. ഈ ഗിറ്റാറൊക്കെ പിള്ളേർക്കല്ലേ? 7-8 വയസ്സുള്ള പിള്ളേർക്ക് വായിക്കാൻ പറ്റിയല്ലേ? ഇതൊക്കെ റേറ്റ് എങ്ങനെ വന്നെ? 4200. ഇത് 3 സെയിം റേറ്റ് ആണോ? സെയിം റേറ്റ്. പിന്നെ അതിന്റെ അടിയിലുള്ളതും ഇത് കുറച്ചുകൂടെ വലുതല്ലേ? വലുതാണെങ്കിൽ റേറ്റ് സെയിം. ഇതിന് ക്വാളിറ്റി കൂടുതലാണ്. ഇതിന് ക്വാളിറ്റി കൂടുതൽ അല്ല, ഇതിന് ക്വാളിറ്റി കൂടുതല ഇതിനേക്കാളും. അതാണ് സെയിം റേറ്റ്. വലുതിനും ചെറുതിന് സെയിം റേറ്റ്. പിന്നെ വലിയ മോഡൽസിനൊക്കെ 4500. ഈ മോഡലൊക്കെ അല്ലേ? ഇപ്പൊ ഇത് ബ്രാൻഡഡും ഇതിപ്പോ ലോക്കൽ മെയ്ഡും ആണോ? ലോക്കൽ മെയ്ഡ് അത്യാവശ്യം ബ്രാൻഡഡ്. യമഹയൊക്കെ കൂടിയ കമ്പനിയാണ്, അത്രയും ഒരു റേഞ്ച് ഇല്ലാത്തത്. നല്ല ഗിറ്റാറാണ്. 4500 അല്ലേ? ഇതൊക്കെ സെയിം റേറ്റ് തന്നെ ആയിരിക്കും അല്ലേ? സെയിം റേറ്റ്. അടിയിലേക്ക് സെയിം റേറ്റ്. ഈ ഒരു ചെറിയ ഇതിനോ കീബോർഡ് അതിന് ഒരു 5500 500 രൂപ അല്ലേ? എന്റെ കാസിയോ ആയതുകൊണ്ട് മറ്റേ വേറെ ബ്രാൻഡിലേക്ക് കിട്ടും. കാസിയോന്റെ റേറ്റ് കൂടും. ഇതൊക്കെ പ്രൊഫഷണൽ ആയിട്ട് വായിക്കുന്ന ടൈപ്പുകളല്ല വലുത്. ഏറ്റവും കുറഞ്ഞതും പിള്ളേർക്ക് വായിക്കാൻ പറ്റിയതും ഇപ്പൊ നിലവിൽ സ്റ്റോക്കുള്ളത് ഇതാണല്ലേ? എത്ര? 500. 5500. പിന്നെ 7600, 8600,
11,200, 16,500 ഇതൊക്കെയല്ലേ? 25,600 അങ്ങനെ. ഇതൊക്കെ ശരിക്കും പിള്ളേർക്ക് കളിക്കാൻ പറ്റിയതാണോ? അത് സ്കെയിലുണ്ട് ആണോ? മ്യൂസിക് സെൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെറിയ പിള്ളേർക്ക് ഓ ഇങ്ങനെ മ്യൂസിക്കായിട്ട് പരിചയമാവാൻ വേണ്ടി. ആ, ഇത് ശരിക്കും പറഞ്ഞ ഒരു ടോയ് ആണല്ലോ ഇത്? ടോയ് ആണ്. എന്നാലും സ്കെയില് കറക്റ്റാ. ഓ ഇതെന്തുന്നത്? ആ, കൊള്ളാട്ടാ. ഇത് ഞാൻ ഒരു കുട്ടിക്ക് അവിടെ വാങ്ങിയിട്ട് കണ്ടിട്ടുണ്ട്. ഞാനന്ന് കളിപ്പാട്ടം, ഇതിപ്പോ കളിപ്പാട്ടം തന്നെ അല്ലേ? അത് സൈലോഫോൺ. വായിക്കറിയാവുന്ന ആൾക്ക് ഇത് വെച്ചിട്ടായാലും ഒരു മ്യൂസിക് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലേ? പിന്നെ ഇതെല്ലാം ബാഗുകൾ മാത്രമാണോ? വയലിന്റെ കേസുകളല്ലേ? എങ്ങനെയാണ് റേറ്റ് വന്നത്? വയലിനാണ് 4,200 സ്റ്റാർട്ടിംഗ് മോഡൽ. എല്ലാത്തിനും സെയിം റേറ്റ് ആണോ? അല്ലല്ല, 4,200, 4,500, പിന്നെ 5,300, 6,900. അറേഞ്ച് ബ്രാൻഡനുസരിച്ച്. ഇതൊക്കെ എന്തുകൊണ്ടാ ഇങ്ങനെ മറ്റേ ബാഗില്ലാണ്ടേ? ഏതാ അത്? ഇവിടെ ഡിസ്പ്ലേ ബാഗ് ഇട്ട് തരും. ഇത് ശരിക്കും ബ്രാൻഡഡ് ആണോ അതോ ഉണ്ടാക്കുന്നതാണോ ഈ വയലൻസ് ഒക്കെ? അതും ബ്രാൻഡഡ് തന്നെ. ബ്രാൻഡഡ് തന്നെയാണോ? പറഞ്ഞൊരു ബ്രാൻഡിന്റെ. എന്താണ്? അധികം ഇന്ത്യൻ മ്യൂസിക്കൽസ്. കേൾക്കാത്ത ബ്രാൻഡാണ്. ഓ, എന്റെ ഉള്ള പോലത്തെ ബാഗുള്ളത്. ഗിറ്റാറുണ്ടല്ലോ അതിനകത്ത്? ഗിറ്റാറല്ലേ, ബാഗ് മാത്രമേ ഉള്ളൂ. എത്രയാണ് റേറ്റ് വന്നെ? ബാഗ് സ്റ്റാർട്ടിങ് 250. ഇത് 250 ആണോ? അത് 550 അല്ലേ? ഇതെന്താണ്? അത് മാൻഡലിനാ? ഇൻസ്ട്രുമെന്റിന്റെ പേരാണോ അത്? ശരി, പഴയ ഇൻസ്ട്രുമെന്റാ. അന്നുണ്ടായ ഒരു ഇലക്ട്രിക് ഗിറ്റാർ പോയല്ലേ? ചിരട്ടെ അതുകൊള്ളാലോ. ചിരട്ട വെച്ചിട്ടുണ്ടാക്കിയത് ഷെയ്ക്കർ. അവിടെ വെച്ച അതേ സൈൻസ് ആണല്ലേ? ചിരട്ടയും തടിയും. എത്ര റേറ്റഡ് ആണ്? 260. കൊള്ളാലോ. അത് സെയിലാവാറുണ്ടോ ആ സാധനം? ആ, ഇത് ചിരട്ടയുടെ പല വെറൈറ്റി ഉണ്ടല്ലോ ഇവിടെ. ഇത് ചിരട്ടല്ലേ? പക്ഷെ വേറെ സാധനം. ഓ, ഇൻസ്ട്രുമെന്റ് വേറെയാണ്. ഇതെന്ത്? ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. അത് കൊള്ളാലോ, ബീച്ച് കൊടുക്കാനായിട്ട്. ആ, വേറെ ആള് സൈഡിൽ നിന്ന് തിരിക്കണം അല്ലേ? കൊള്ളാം. ഇത് കൊള്ളാട്ടാ. ഈ പെയിന്റിനനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം വേണമെന്താ? പെയിന്റിനനുസരിച്ചൊന്നുമില്ല. വുഡിന്റെ ക്വാളിറ്റിയും സ്ട്രിങ്ങിന്റെ ക്വാളിറ്റി അല്ല. പിന്നെ കൂടിയതിന് സ്വാഭാവികമായിട്ട് പെയിന്റ് നല്ല പെയിന്റ് ആയിരിക്കും. അതിന്റെ റേറ്റ് വരും അല്ലെ? കൂടിയതിന് മാത്രം, അതായത് ബ്രാൻഡഡ് ഐറ്റംസ്, യമഹ പോലത്തെ ഐറ്റംസിന് മാത്രമാണ് പെയിന്റിന്റെ ഇതിൽ വരുമ്പോ റേറ്റ് മാറുന്നല്ലേ? ബുൾബുൾ നോർത്ത് ഇന്ത്യയിലുള്ള യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്. ഞാൻ അറേബ്യൻ. ഓ, കണ്ടിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ഇത് പ്ലേ ചെയ്യുന്നത്. ഒരു പെണ്ണ് നല്ല സൗണ്ട്. സ്ട്രിങ്ങും ഉണ്ട്, പിന്നെ കീസും ഉണ്ടാവും. സ്ട്രിങ് പ്ലേ ചെയ്തുകൊണ്ട് റൈറ്റ് ഹാൻഡും വെച്ച് സ്ട്രിങ്ങും പ്ലേ ചെയ്യണം, കീസ് ലെഫ്റ്റ് ഹാൻഡും വെച്ച് പ്ലേ ചെയ്യണം. അങ്ങനെയാണ് ഇത് പ്ലേ ചെയ്യുന്നത്. ഓ, ഇലക്ട്രിക്കലി കണക്ട് ചെയ്യണ മോഡലാണ്. അപ്പൊ എല്ലാം വെസ്റ്റേൺ മാത്രമല്ല അല്ലേ? എല്ലാം ഉണ്ട്. എത്രയാണ് ഇടയ്ക്കിടയ്ക്ക്? 8,500 അല്ലേ? ഇത് അമ്പലത്തിൽ വായിക്കണേ കണ്ടിട്ടുണ്ട് ഞാൻ, എടുത്തൊന്നും നോക്കിയിട്ടില്ല. എടാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചിന്തുണ്ടാ? ചിന്തുണ്ടാവില്ലല്ലേ? തുടി എങ്ങനെ ഇരിക്കണത്? ഉടുക്കുപോലിരിക്കുന്നത്. ചിന്ത ഞാൻ പറഞ്ഞ ഉടുക്ക് തന്നെ ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചത്. ചിന്ത കൺഫ്യൂഷൻ ആയല്ലേ? രണ്ടും വേറെ ആണല്ലേ? ഒരുപാട് ടോയ്സ് കാര്യങ്ങളുണ്ടല്ലേ?
തൽക്കാലം ഇത്രയും ഇൻസ്ട്രുമെന്റിനെ പറ്റിയുള്ള വീഡിയോസേ ഉള്ളൂ. അധികം ചെകഞ്ഞൊന്നും ഞാൻ നോക്കാൻ പോകണമെന്നില്ല. എന്തായാലും പോകാനായിട്ട് സമയമുണ്ട്. ഇപ്പൊ തന്നെ വർത്താനം പറഞ്ഞ ഒരുപാട് സമയമായിട്ടുണ്ട്. അപ്പൊ ഇയാൾ മാത്രമല്ല കേട്ടോ, എൻ്റെ അനിയൻ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് വന്നത്. ഇയാളെ കാണിക്കാൻ മറന്നുപോയി. ഇയാൾ ഭയങ്കര ഷൈയാണ് ക്യാമറയുടെ മുന്നിൽ. കണ്ട ഫേസ് പോലും നോക്കല്ല, നോക്കണേ, ഭയങ്കര ഷൈയാണ്. ഓക്കെ, നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. എന്തെങ്കിലും അറിയാനോ കമന്റ് സെക്ഷനിൽ എന്തെങ്കിലും അറിയാനോ പറയാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.